ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫിദ നഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഹെൽത്ത് ഇൻഫോർമേഷനുമായിട്ടാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. COVID-19 എന്ന മഹാമാരിയുടെ നടുവിലാണല്ലോ ലോകമെമ്പാടും നമ്മൾ ഇന്ന് ജീവിച്ചു വരുന്നത്. ഈ ഒരു രോഗം തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആരോഗ്യ പ്രവർത്തകർ ഒരുപാട് പ്രിക്കോഷൻസ് സ്വീകരിച്ചു വരുന്നുണ്ട് അല്ലേ. നമുക്കറിയാം, ഇപ്പം പുറത്തു പോകുമ്പോൾ തന്നെ എല്ലാവരും മാസ്ക് യൂസ് ചെയ്യുന്നതും ഹാൻഡ് വാഷിങ്, ഇതെല്ലാം കുറെ പേര് നമ്മുടെ സൊസൈറ്റിയിൽ അത് ഫോളോ ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യാത്തവരും ഉണ്ട്. അപ്പം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു 95% രോഗങ്ങളും ഡിസീസ് ഉണ്ടായി വരുന്നത് ആ വ്യക്തിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അതായത് ആ ഒരു വ്യക്തിയുടെ പ്രതിരോധ ശേഷിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഒരു വ്യക്തിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആണെങ്കിൽ ആ വ്യക്തിയെ ആ ഒരു അസുഖം പെട്ടെന്ന് തന്നെ ഇൻഫെക്ട് ചെയ്യും. ഇപ്പോൾ ഒരു വ്യക്തിയെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആണെങ്കിൽ ആ ഒരു ഇൻഫെക്ഷന് അത് സ്പ്രെഡ് ആയി വരാൻ, അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ ബോഡിയിൽ കിട്ടി വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നമ്മളെ ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നത്. സോ നമുക്ക് ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ടിപ്സിലോട്ട് പോവാം. നമ്മൾ ഫസ്റ്റ് ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ടിപ്പ് എന്ന് പറയുന്നത്, എപ്പോഴും ഇന്ന് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ് നമ്മൾ പേഴ്സണൽ ഹൈജീൻ, അതായത് വ്യക്തിശുചിത്വം. വ്യക്തിശുചിത്വം ഒരു വ്യക്തിയെ സംബന്ധിച്ച് വ്യക്തിശുചിത്വം എന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മൾ മാസ്ക് യൂസ് ചെയ്യുക, അതായത് ചുമ അല്ലെങ്കിൽ തുമ്മൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ മാസ്ക് യൂസ് ചെയ്യുക, ഫേസ് കവർ ചെയ്യുക. അതുപോലെ നമ്മൾ പുറത്ത് പോയി വരാണെങ്കിൽ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാം. ഹോസ്പിറ്റലിലോ നമ്മൾ പുറത്തോ അല്ലെങ്കിൽ ഷോപ്പിലോ എവിടെ പോയി വരാണെങ്കിലും നമ്മൾ ഒരുപാട് സ്ഥലം നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. ബസ്സിൽ പോവുകയാണെങ്കിലും ഒക്കെ കുറെ സ്ഥലം ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വീട്ടിലെത്തിയ പാടന്നെ നമ്മൾ എന്താക്കാം, ഹാൻഡ് വാഷ് ചെയ്യാം. മിനിമം ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത് 20 seconds ആയിരിക്കണം. അതുപോലെ തന്നെ മാസ്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഡ്രസ്സ് ആണെങ്കിൽ നമ്മൾ ഔട്ട്സൈഡ് പോയി വരുന്ന സമയത്ത്, ഇപ്പം കോവിഡ് കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പുറത്ത് തന്നെ ആ ഡ്രസ്സ് എല്ലാം കെപ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നനഞ്ഞ ഡ്രസ്സ് യൂസ് ചെയ്യാണ്ട് നിൽക്കുക, അത് വെയിലത്തിട്ട് നന്നായി ഉണങ്ങിയ ശേഷം യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മളെ പേഴ്സണൽ ഹൈജീൻ. നന്നായി വൃത്തിയായിട്ട് നമ്മൾ കുളിക്കുക, ദിവസം നന്നായി കുളിക്കുക, ഇതൊക്കെയാണ് നമ്മളെ പേഴ്സണൽ ഹൈജീനിന്റെ പാർട്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ടിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു പേഴ്സണൽ ഹൈജീൻ നമ്മൾ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശേഷിയെ അത് വർദ്ധിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്തെ ടിപ്പാണ് ധാരാളം വെള്ളം കുടിക്കുക. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു ദിവസം ശരാശരി ഒരു 3 ലിറ്റർ വെള്ളം, അതായത് 15 ഗ്ലാസ് വെള്ളോളം കുടിക്കണം എന്നത് നിർബന്ധമായ കാര്യമാണ്. ഈ ഒരു വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ, അതായത് കോശങ്ങൾ, നമ്മളെ പുതിയ സെൽസ് ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി, അതായത് ഹൈഡ്രേഷന് കീപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് സ്ട്രോങ് ആക്കുന്നുണ്ട്. അപ്പം അത് വെള്ളം തന്നെ നമ്മളിപ്പോ സാധാരണ വെള്ളം തന്നെ അല്ല, നമുക്ക് ജ്യൂസ് ആയിട്ട്, അതായത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ്, മധുരമൊക്കെ കുറച്ചിട്ടുള്ള സാധാരണ ജ്യൂസ് ആയിട്ട് കുടിക്കുക, അല്ലെങ്കിൽ കഞ്ഞിവെള്ളം കുടിക്കുക, പിന്നെ സൂപ്പായിട്ട്, അങ്ങനെ ഓരോ രീതിയിൽ, വ്യത്യസ്ത രീതിയിലാണ് നമ്മൾ വെള്ളം ശരീരത്തിൽ എത്തിക്കുക. അപ്പം സെക്കൻഡ് ടിപ്പ് അതാണ്, ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത്. മൂന്നാമത്തെ ടിപ്പാണ് നമ്മൾ കാർബണേറ്റ് അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് കുറയ്ക്കുക. കാർബണേറ്റ് അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് കോള, പെപ്സി, ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉള്ള, അതായത് കളർ ഡ്രിങ്ക്സ്, ഇതൊക്കെ നമ്മുടെ ശരീരത്തെ ഡീഹൈഡ്രേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മളെ കരളിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ കാർബണേറ്റ് അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് കുറയ്ക്കുക. ഇതാണ് മൂന്നാമത്തെ ടിപ്പ്. പിന്നെ നെക്സ്റ്റ് നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മള് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മൾ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് നന്നായിട്ട് ഉൾപ്പെടുത്താം. ഈ എല്ലാവരും പറയുന്നുണ്ട് ഈ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് കഴിച്ചാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി കൂടും അല്ലെ, കഴിക്കുന്നത് നല്ലതാണ്. അസുഖങ്ങൾ വരുമ്പോൾ എല്ലാവരും പെട്ടെന്ന് പറയാ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് വാങ്ങി കഴിക്കുക, അത് നല്ലതാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാല് ശരിക്കും ആർക്കും അറിയില്ല. ഈ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ആന്റി ഓക്സിഡൻസ് അല്ലെങ്കിൽ വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പം അതാണ് ഫസ്റ്റ് അതിലെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആന്റി ഓക്സിഡൻസ് അതുപോലെ വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ വൈറ്റമിൻസ്, ആന്റി ഓക്സിഡൻസ് നമ്മളെ ഇമ്മ്യൂണിറ്റീനെ, പ്രതിരോധ ശേഷി കൂട്ടുന്നുണ്ട്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്
നമ്മുടെ ആമാശയത്തിലും കുടലുകളിലും ധാരാളം ഗുണകരമായിട്ടുള്ള ബാക്ടീരിയാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗുണകരമല്ലാത്ത ബാക്ടീരിയാസും ഗുണകരമായിട്ടുള്ള ബാക്ടീരിയാസും ഉണ്ട്. അപ്പൊ ഈ ഗുണകരമായിട്ടുള്ള ബാക്ടീരിയാസിന്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും അടങ്ങിയിട്ടുള്ള ഫൈബേഴ്സ് ആണ്. അപ്പം ഈ ഫൈബേഴ്സ് ഈ ബാക്ടീരിയാസ് കഴിക്കുന്നത് മൂലം നമുക്ക് ഇമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ധാരാളം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ വേണ്ടി പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി നമ്മുടെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മുടെ ബ്ലഡിലെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതായത് നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം ആനിമൽ പ്രോട്ടീൻസും ഉണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾ പ്രോട്ടീൻസും ഉണ്ട്. വെജിറ്റബിൾ പ്രോട്ടീൻസിൽ അടങ്ങിയിട്ടുള്ളതാണ് നമ്മളെ പയറ്, പരിപ്പ്, കടല, കപ്പലണ്ടി, ഇതൊക്കെ നമ്മളെ വെജിറ്റബിൾ പ്രോട്ടീൻസിൽ അടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ്. പിന്നെ ആനിമൽ പ്രോട്ടീൻസ് എന്ന് പറയുന്നതാണ് സോയാബീൻസ്, മിൽക്ക്, ഫിഷ്, പിന്നെ മാംസങ്ങള്, അതൊക്കെ ആനിമൽ പ്രോട്ടീൻസിൽ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പം ഈ ഒരു പ്രോട്ടീൻസ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ചീപ്പർ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ റിച്ച് ഡയറ്റ് എന്ന് പറയുന്നതാണ് കഞ്ഞിയും പയറും എന്ന് പറയും അല്ലെ. നമ്മൾ പണ്ടുള്ളവരൊക്കെ പറയും ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രിഫർ ചെയ്യുക കഞ്ഞിയാണ് അല്ലെ. ഈ കഞ്ഞിയിൽ ഉൾപ്പെടുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നതാണ് ഈസിലി അബ്സോർബിൾ കാർബോഹൈഡ്രേറ്റും അതുപോലെ തന്നെ ബി കോംപ്ലക്സും. ഇത് രണ്ടും കഞ്ഞിയിൽ അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ പയറിൽ അടങ്ങിയിട്ടുള്ളത് ഈസിലി അബ്സോർബിൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ പ്രോട്ടീൻ റിച്ച് ഡയറ്റ് നമ്മൾ മാക്സിമം എടുക്കുന്നത് മൂലം നമ്മളെ ഇമ്മ്യൂണിറ്റി, അതായത് നമ്മളെ പ്രതിരോധ ശേഷിനെ മെച്ചപ്പെടുത്താൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ടിപ്പാണ് നമ്മൾ 40 മിനിറ്റ്സ് എക്സസൈസ്. സോ ഡെയിലി നമ്മൾ ഒരു 40 മിനിറ്റ്സ് എക്സസൈസ് വ്യായാമം ചെയ്യുന്നത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നമ്മളെ ടി ലിംഫോസൈറ്റ് കോശങ്ങളെ അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡെയിലി എക്സസൈസ് ചെയ്യുന്നത്, അതായത് 40 മിനിറ്റ്സ് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളെ മസിൽ പ്രോട്ടീൻസ്, അതായത് ഈ ഒരു ലിംഫോസൈറ്റ് കോശങ്ങളെ അത് മെച്ചപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് നമ്മളെ ഇമ്മ്യൂണിറ്റീനെ നമുക്ക് ശക്തിപ്പെടുത്താൻ പറ്റുന്നുണ്ട്. അപ്പം വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ആണ് യോഗ ആൻഡ് മെഡിറ്റേഷൻ. യോഗ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പം യോഗ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പം നമുക്ക് കൂടുതൽ നമ്മുടെ മൈൻഡ് റിലാക്സ് ആക്കുന്നുണ്ട്, നമ്മളെ മസിൽസിനെയൊക്കെ റിലാക്സ് ആക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ റിലാക്സ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇമ്മ്യൂണിറ്റീനെ അത് ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഈ ബ്രീത്തിങ് എക്സസൈസ് വളരെ നല്ലതാണ്. ഇപ്പം ബ്രീത്തിങ് എക്സസൈസിൽ ഇപ്പൊ പറയുകയാണെങ്കിൽ നമ്മൾ ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ഡെയിലി മോർണിംഗ് ഈവനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി കൂടും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ് ഇപ്പം സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയൊരു ടെക്നിക്ക് ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ ഡെയിലി ഫസ്റ്റ് നമ്മളൊരു നോർമൽ ബ്രീത്ത് എടുക്കാം, അതായത് ഒരു നോർമൽ ഇൻഹേൽ എടുക്കുക. അതായത് നമ്മൾ 1 to 4 സെക്കൻഡ് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ആ ഒരു എണ്ണുന്നതിന്റെ അടുക്ക് നമ്മൾ ഒരു ഡീപ്പ് ഇൻഹേലേഷൻ ഇങ്ങനെ എടുത്തിട്ട് നമ്മളൊരു 1 to 2 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാം. ദെൻ നമ്മൾ 1 to 4 സെക്കൻഡ് പിന്നെയും നമ്മൾ അതേപോലെ എണ്ണുന്നതിന്റെ അടുക്ക് ഒരു ഡീപ്പ് എക്സേലേഷൻ, ആ ബ്രിത്ത് ഒരു സ്ലോലി നമ്മൾ എക്സേൽ ചെയ്യാം. ഇതാണ് ഒരു ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ മോർണിംഗ്, ഈവനിങ്, നൈറ്റിൽ നമ്മളൊരു 10 ടൈംസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ആവുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മളെ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ആവുന്നുണ്ട്. ഇതാണ് യോഗ മെഡിറ്റേഷന്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറെ ടിപ്സുകൾ, ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ടിപ്സ് ഉണ്ട് നമുക്ക് പറയാൻ. പിന്നെ നെക്സ്റ്റ് ആണ് നമ്മളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഉറക്കം. അതായത് ഒരു നല്ല ഓർഡർ ആയിട്ടുള്ള ഉറക്കം വേണം. അതായത് ഇപ്പൊ മുതിർന്നവരാണെങ്കിൽ ഒരു 6 to 7 hours 6-7 മണിക്കൂർ നമ്മൾ മുതിർന്നവർ ഉറങ്ങിയിരിക്കണം. അതിന്റെ ഒരു മെയിൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ ഉറങ്ങുമ്പോൾ നമ്മുടെ ഒരു സൈറ്റോകൈനേസ് എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഈ ഹോർമോൺ ഉൽപ്പാദിക്കുന്നുണ്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്ത്. ഈ ഹോർമോണിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മളെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അത് പ്രതിരോധ ശേഷി കൂട്ടുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മളെ ഇൻഫെക്ഷൻ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഈ സൈറ്റോകൈനിൻസ് ഹോർമോൺസ്. സോ അത് നമ്മൾ ഒരു 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മളൊരു 8 അവേഴ്സ് മസ്റ്റ് ആയിട്ട് ഒരു ഡെയിലി നമ്മൾ ഉറങ്ങണം. ഇപ്പൊ അത് കുട്ടികളാണെങ്കിൽ ഒരു 9 മണിക്കൂർ മിനിമം ഉറങ്ങിയിരിക്കണം. അപ്പോൾ ഉറക്കം എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള, വൈറ്റമിൻസ് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻ എ, വൈറ്റമിൻ B6, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ. അപ്പം വൈറ്റമിൻ എ, ബി, സി എന്നൊക്കെ പറയാൻ നമുക്ക് സുഖമാണ്. അപ്പൊ അത് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് അല്ലെ. ഇതൊന്നും ഈ ഭക്ഷണങ്ങൾ അവൈലബിൾ അല്ലെങ്കിൽ നമ്മളിപ്പം ഡയറക്റ്റ് എന്താ വൈറ്റമിൻ സപ്ലിമെന്റേഷൻ ഉണ്ട്, അതായത് വൈറ്റമിൻ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്, അത് കഴിക്കാം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ. അപ്പൊ വൈറ്റമിൻ എ അടങ്ങിയിട്ടിരിക്കുന്ന ഫുഡാണ് ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ മിൽക്ക്, ഫിഷ്, ലീഫി വെജിറ്റബിൾസ്, അതായത് ഇലക്കറികൾ, ഇതൊക്കെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ കണ്ണുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ കൂടാണ് വൈറ്റമിൻ എ. ഇനി വൈറ്റമിൻ B6 എന്ന് പറയുന്നത് നമ്മളെ ഈ ഇലക്കറികൾ, എന്തൊക്കെ ഇലക്കറികൾ ഉണ്ടോ അതെല്ലാം വൈറ്റമിൻ B6 വരുന്നതാണ്. സ്പിനാച്ച് വരുന്നുണ്ട്, അതുപോലെ എന്താ മുരിങ്ങേന്റെ ഇല വരുന്നുണ്ട്, ഫിഷ് വരുന്നുണ്ട്, അതുപോലെ പാല് വരുന്നുണ്ട്, ഇതൊക്കെ വൈറ്റമിൻ B6 വരുന്നതാണ്. ഇനി വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മളെ എല്ലാ പുളിരസമുള്ള എല്ലാ ഫ്രൂട്ട്സ്, അതുപോലെ എന്താ ഈ സിട്രസ് ഫ്രൂട്ട്സ് ഇല്ലേ, നാരങ്ങ, മുസമ്പി, പിന്നെ നെല്ലിക്ക, ഇതൊക്കെ വൈറ്റമിൻ സിയിൽ വരുന്നതാണ്. പിന്നെ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് പാല് വരുന്നുണ്ട്, മുട്ട, ഫിഷ്, അതൊക്കെ എന്താണ് വൈറ്റമിൻ ഡിയിൽ വരുന്നതാണ്. അപ്പൊ ഇത്രയും വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള എന്താണ് നമ്മള് ഫുഡ് നമ്മൾ എന്താ അത് ഉൾപ്പെടുത്താം. അപ്പൊ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമുക്ക് സ്ട്രോങ് ആക്കാൻ പറ്റും. പിന്നെ കൂടാതെ തന്നെ നമുക്ക് വേറൊരു ഐറ്റം കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇമ്മ്യൂണിറ്റി ഏറ്റവും സ്ട്രോങ് ആക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ഒരു ഐറ്റമാണ് ഇഞ്ചി എന്ന് പറയുന്നത്. ഈ ഇഞ്ചി നമ്മളെ ഇമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആക്കുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി കൂടാണ്ട് നമ്മൾ ഏറ്റവും ഈ വൈറൽ ഇൻഫെക്ഷൻസും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസും ഫംഗൽ ഇൻഫെക്ഷൻസിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇഞ്ചി എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾക്ക് ഏറ്റവും ഇപ്പം പണ്ടുള്ളവരൊക്കെ പറയും ഇപ്പം ഗ്യാസ് ട്രബിൾ അസുഖമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഇഞ്ചി നീര് കുടിച്ചാൽ നല്ലതാന്ന് പറയുന്നുണ്ട് അല്ലെ. അതുപോലെ നമുക്ക് ഈ ഹാർട്ടിലും അതുപോലെ തന്നെ എന്താണ് തലച്ചോറിലൊക്കെ രക്തം കട്ട പിടിക്കുന്നതും അതുപോലെ തന്നെ എന്താണ് ആ ഒരു ക്ലോട്ട് ആവുന്ന ഒരു അസുഖമാണ് സ്ട്രോക്ക് അഥവാ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ട്രോക്കിലും ഹാർട്ട് അറ്റാക്കിലും ഒക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ തരുന്ന ഒരു ടാബ്ലറ്റ് ആണ് എക്കോസ്പിരിൻ എന്ന് പറയും അല്ലെ, എല്ലാവർക്കും അറിയുന്നതാണ്. ഈ എക്കോസ്പിരിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളെ രക്തത്തെ നിർമ്മിപ്പിക്കുക, അതായത് നൈസാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഫംഗ്ഷൻ. അപ്പൊ ഈ ഇഞ്ചി എന്ന് പറയുന്നത് നമ്മളെ രക്തത്തെ നൈസാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ രക്തം കട്ട പിടിക്കാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഇഞ്ചിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ വേറെ നമ്മുടെ ദഹനേന്ദ്രിയ അസുഖങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. അതായത് നമ്മളെ ഈ കുടലിന്റെ മസിൽസിനെ റിലാക്സ് ചെയ്തിട്ട് സ്മൂത്തൻ ചെയ്തിട്ട് നമ്മളെ ഈ പൈൽസ് അഥവാ മലബന്ധം എന്നൊക്കെ പറയുന്ന ഒരു അസുഖങ്ങളെ എന്താണ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ഗ്യാസ്ട്രൈറ്റിസ്, പിന്നെ അസിഡിറ്റി കുറയ്ക്കുന്നുണ്ട്, പിന്നെ ദഹനരസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, എന്നിട്ട് ദഹനത്തെ സ്മൂത്ത് ആക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇഞ്ചിയുടെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു 10 ടിപ്സ്, ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ടിപ്സ് ഞാനിപ്പോ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടെ ജസ്റ്റ് നമുക്കൊന്നത് ലിസ്റ്റ് ചെയ്യാം. ധാരാളം വെള്ളം കുടിക്കാം, അതുപോലെ തന്നെ ഭക്ഷണത്തില് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക, വൈറ്റമിൻ അടങ്ങിയ ഭക്ഷണം കഴിക്കുക, പിന്നെ വെള്ളം ധാരാളം കുടിക്കുക, അതുപോലെ തന്നെ എക്സസൈസ് ഡെയിലി 40 മിനിറ്റ്സ് വ്യായാമം ചെയ്യുക, പിന്നെ കാർബണേറ്റ് അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ കുറയ്ക്കുക. പിന്നെ ടെൻഷന് നമ്മൾ അത് ഞാൻ പറയാൻ വിട്ടു. നമ്മൾ ടെൻഷന് ഇപ്പൊ നമ്മുടെ വർക്ക് പ്ലേസിൽ അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്ന ടെൻഷൻ, നമ്മളൊരു ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡിലുള്ള കോർട്ടിസോൾ എന്ന് പറയുന്നത് ഹോർമോൺ ഇൻക്രീസ് ആവുന്നുണ്ട്. ഈ ഹോർമോൺ ഇൻക്രീസ് ആകുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റീനെ പ്രതിരോധ ശേഷി കുറയ്ക്കുക ചെയ്യുന്നത്. അപ്പൊ ടെൻഷനൊക്കെ ഒഴിവാക്കാം, ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യാം. പിന്നെ ഇതൊക്കെയാണ് നന്നായിട്ട് ഉറങ്ങുക നമ്മൾ ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ടിപ്സ് എന്ന് പറയുന്നത്. സോ ഞാനിപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടിപ്സ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിന് ഒക്കെ ഷെയർ ചെയ്യുക. പിന്നെ നമ്മളെ ലൈഫിൽ അത് നമ്മൾ ഫോളോ ചെയ്യുക.
സോ നമുക്ക് ഇനിയും ഇതുപോലെ തന്നെ കുറെ ഹെൽത്ത് ഇൻഫോർമേഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. അതുവരേക്കും ബൈ.